ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്നും വൈബ്രേറ്റർ ഒരയ്ക്കുന്ന വീഡിയോ ഇടാമോ? നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ശ്രീലക്ഷ്മി അറക്കൽ, സത്യം പറഞ്ഞാൽ അവരുടെ പേര് കറക്റ്റ് ആപ്റ്റാവുന്നത് ശ്രീലക്ഷ്മി അറപ്പ് എന്ന് പറയുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടിയുടെ പേര് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ തള്ളച്ചിയുടെ പേര് കേൾക്കുമ്പോൾ എനിക്ക് ലിറ്ററലി അറപ്പാണ് തോന്നുന്നത്. വെറും അറപ്പ്, പുച്ഛം മാത്രമാണ് നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ, നിങ്ങളുടെ ആ ഒരു രീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 24 ന്യൂസിൽ നമ്മുടെ ശ്രീകണ്ഠൻ നായരുമായിട്ടുള്ള ആ ഒരു സംവാദമുണ്ടല്ലോ, തമ്മിൽ എന്ന് പറയുന്ന സംവാദത്തിൽ ഈ നമ്മുടെ അകാലത്തിൽ പുലിഞ്ഞുപോയ അല്ലെങ്കിൽ കൊന്നു തള്ളിയ എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അല്ലേ, ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ റീച്ചിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടികൾ ഈ ബസ്സിനകത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നു. അതിനകത്ത് ശ്രീലക്ഷ്മിയുടെ പക്ഷം പിടിച്ചുകൊണ്ട് കുറെ നാറികൾ ഉണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറപ്പായിരുന്നു എന്നുള്ളതാണ്. ശ്രീലക്ഷ്മി അറപ്പ് അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആ ഒരു പിന്നീട് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സംവാദം, ആ ഒരു ഡിബേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഈ പറയുന്ന ചന്തയിൽ പോലും ഇതിനെയും കണ്ടി ഭംഗിയായിട്ട് സംസാരിക്കുമെന്നാണ് എനിക്ക് പറയുന്നത്. ചന്തയിൽ പോലും അത്രയ്ക്ക് കിടന്ന് അലറി വിളിക്കുകയാണ്. ഇവളെയൊക്കെ ആരാണ് വിളിച്ചുകൊണ്ട് ഇവിടെ ഇരുത്തുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ കിടപ്പുണ്ട്. അലറി കിടന്ന് വിളിക്കുന്നുണ്ട്, മനസ്സിലായി. ഒരു നിലവാരമോ കൂടി ഇല്ലാത്ത ഒരു 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 വൃത്തികെട്ട ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ശ്രീലക്ഷ്മി അറപ്പ് എന്ന് ഞാൻ പറയുന്നു. ഇതിനകത്ത് ഇവര് പറയുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, 11 അതായത് മരിച്ചുപോയ ദീപക് ഒരു മോശമായ ഇന്റൻഷനോട് കൂടി തന്നെയാണ് അതിൽ തൊട്ടത് എന്നാണ് ഇവള് വാദിക്കുന്നത്. പക്ഷെ ഈ ചർച്ചയ്ക്കകത്ത് വെച്ച് ദൈവത്തിന്റെ കൈ എന്ന് പറഞ്ഞ പോലെ ഇവളുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അതായത് അവിടെ ശ്രീകണ്ഠൻ നായര് ഇവരുടെ ദേഹത്ത് തൊടുമ്പോൾ ഒരു സന്ദർഭത്തിൽ തൊടുന്നുണ്ട്. അപ്പോഴിവള് ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, തിരിച്ചു പറഞ്ഞ ഒരു സാധനം, അത് നിങ്ങൾ കേൾക്കണം. അത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. അതിനുശേഷം ഈ സ്ത്രീപക്ഷം വാദിക്കുന്ന അല്ലെങ്കിൽ ഫെമിനിസം വിളമ്പിക്കൊണ്ട് നടക്കുന്ന ഈ ശ്രീലക്ഷ്മി അറപ്പ് ആരായിരുന്നു എന്ന് നിങ്ങൾ അറിയണം. മുമ്പ് ആരാണ് ഈ ശ്രീലക്ഷ്മി അറപ്പ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പഴയകാല വീഡിയോയും കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പാണ്, അഡൽട്സ് ആയിട്ടുള്ളവർ മാത്രം ഇത് അങ്ങോട്ട് കണ്ടാൽ മതി എന്നുള്ളത്. കാരണം ശ്രീലക്ഷ്മി അറപ്പിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് അഡൽട്സ് ഉള്ളി ആയി പോകും. അതാണ് കയ്യിലിരിപ്പ് എന്നുള്ളത് കൊണ്ടും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിന്റെ ഓരോ കാര്യങ്ങളിലായിട്ട് ആദ്യം ശ്രീലക്ഷ്മി അറക്കൽ അല്ലെങ്കിൽ അറപ്പ് അവിടെ കിടന്ന് പറഞ്ഞ അല്ലെങ്കിൽ വായിട്ടളിച്ച അല്ലെങ്കിൽ അട്ടഹസിച്ച ചില ഭാഗങ്ങൾ ആദ്യം വെച്ചതിന് ശേഷം നമുക്ക് ഈ ശ്രീകണ്ഠൻ നായർക്ക് ഏർപ്പെടേണ്ടി വന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വന്ന ആ ഒരു സംഭവം കൂടി വെക്കാം. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ ദീപക് മോശമായ പെരുമാറിയ ഒരു വീഡിയോ ഒരിക്കൽ പോലും നമുക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ദീപകിന്റെ ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. ആ ഇട്ട വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒന്നും സ്ഥലത്ത് പോലും ദീപക് മോശമായി പെരുമാറിയിട്ടില്ല, സംശയമില്ല. മനസ്സിലാക്കണം. എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെന്താ ചന്തയോ, ഇത് ലേലം വിളിയാണോ? ഇതിനൊക്കെ ആരുടെ പിടിച്ചുകൊണ്ട് ഇരുത്തുന്നതിനകത്ത്? അതായത് ദീപക് അതിനകത്ത് ഈ പറയുന്ന ഷിംചിത മുസ്തഫ ജയിലിൽ കിടന്ന് ഞണ്ടുന്നല്ലോ, അവളെ തൊട്ടത് ബാഡായിട്ടെന്ന് ഈ ലെവൽക്ക് ഈ പറയുന്ന അറപ്പിന് തോന്നിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, സ്വാഭാവികമാണ്, തോന്നും. ഇനി അടുത്തത്, ഇതിപ്പോ എന്തുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ തോന്നുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ അറിയണം. സത്യം പറഞ്ഞാൽ അതൊരു ദൈവത്തിന്റെ കൈ പോലെയാണ്. ഇവിടെ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ചെറിയൊരു പാർട്ടും കൂടി വെക്കാമേ.
മുഖഭാവം കണ്ടാൽ അവിടെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് മുഖഭാവം ഞാൻ പറഞ്ഞില്ല. ചലനം ആ പറഞ്ഞപ്പോ തന്നെ ചലനം കണ്ടാ അറിയാം. ചലനം കണ്ടാ അറിയാം. ചലനം കണ്ടാ അറിയാം. നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് നിൽക്കുവാണെങ്കിൽ അയാളുടെ സാമീപ്യത്തിൽ അയാളുടെ ടച്ചിൽ നമുക്ക് മനസ്സിലാവും സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. പറയാത്ത കാര്യം പറയല്ലേ, പറയാത്ത കാര്യം പറയല്ലേ, ഇതിനകത്ത് പറയുന്നത് അവസാനം ഈ ശ്രീകണ്ഠൻ നായർ അവളുടെ ദേഹത്ത് തൊടുമ്പോൾ എൻ്റെ ദേഹത്ത് കൈ എങ്ങനെ തുടരുതെന്ന് അവൾ പറയുന്നത്. കൃത്യമായിട്ട് അത് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, കൈ അവിടെ തുടരുത്. അതായത് ശ്രീകണ്ഠൻ നായർ അവിടെ ആ ഒരു സമയത്ത് വന്ന് ജസ്റ്റ് ഒരു ടച്ച് ചെയ്തപ്പോൾ ഇവള് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എന്നെ അവിടെ തുടരുത് എന്നാ പറയുന്നത്. മനസ്സിലായോ? അതായത് ഇതാണ്, ഇങ്ങനെയാണ് സത്യം. അതായത് അതിനൊരു ബാഡ് ടച്ച് ആയിട്ട് എൻ്റെ കൺസെന്റ് ഇല്ലാതെ എൻ്റെ ദേഹത്ത് തുടരല് എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അതായത് അതിനൊരു ബാഡ് ടച്ച് ആയിട്ട് എടുത്ത് ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് അല്ലേ? അയാൾ അറിയാതെ എന്തോ തൊട്ടുപോയതിന് അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം വാദിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എന്തുകൊണ്ടും യോഗ്യയുണ്ട് എന്നുള്ളതാണ്. താങ്കൾ ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. മനസ്സിലായി? സ്വന്തം അച്ഛനെ വരെ അല്ലെ സ്വന്തം അമ്മയെ വരെ ലാലേട്ടൻ ആരെ വേണേ ഇരുന്ന്, ഇതിപ്പോ ഒരു ലൈസൻസ് ആണ്, ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഞാനൊരു ആക്ടിവിസ്റ്റ് ആണ് എന്നൊരു ലേബിൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തനവും കാണിക്കണം. വേണമെങ്കിൽ ഈ പറഞ്ഞ നടു റോട്ടിൽ നിന്ന് പൊക്കി വെച്ചുകൊണ്ട് ഇരുന്ന് മൂത്രം വരെ ഒഴിക്കും. എന്നിട്ട് പറയും ഞാൻ ആക്ടിവിസ്റ്റ് ആണ്, അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരാണല്ലോ ഈ ആക്ടിവിസ്റ്റ്, ഈ പറയുന്ന ഫെമിനിസ്റ്റ്. പിന്നെ വേണമെങ്കിൽ റോട്ടിൽ കൂടി വേണമെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ നേര സമയത്ത് ഈ പറയുന്ന 2 പീസ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പഠിക്കാം, അതൊക്കെ എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ വാദിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളത് കൃത്യമായിട്ട് കേട്ടാൽ മനസ്സിലാവും. ആ അവസാനം വന്ന് നിർത്ത് എന്ന് വെച്ചാൽ ഈ ചന്തകളിൽ ഈ ലേലം വിളിക്കും പോലെ കിടന്ന് പട്ടിയെ പോലെ കിടന്ന് കുരയ്ക്കുകയാണ് അവിടെ കിടന്നുണ്ട്. അപ്പൊ ഈ പുള്ളി നിർത്തുന്നു പറയുമ്പോൾ ആ ചേട്ടാ ദേഹത്ത് തുടരല് നമ്മൾ പറയുന്നുണ്ട്. മനസ്സിലാവും? ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഇത് നമ്മൾ ഇത്രയും ക്യാമറ ഇരുന്നപ്പോഴും നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഡിബേറ്റ് എന്തിനായിരുന്നു? ഇത് മനഃപൂർവ്വം അല്ലെങ്കിൽ ഒരു കാര്യവും ഇല്ലാതെയാണ് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് സംഭവം ഒക്കെ ചെയ്തത്. അല്ലാതെ ഈ പറയുന്ന ദീപക് അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു വാദം. ഇതിന് എതിർകക്ഷിയിരിക്കുന്ന അവർ തന്നെ ജസ്റ്റ് ഒരു കാര്യത്തിന് നോർമലി തൊട്ടതിന് തന്നെ അവളെ വേറൊരു അർത്ഥത്തിൽ എടുക്കുകയാണ്. അതിൽ നിന്ന് ഇവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് ഇതിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന ശ്രീലക്ഷ്മി അറപ്പ്, ഈ അറപ്പിന്റെ ഒരു പണ്ട് കുറെ കാലങ്ങൾ പണ്ട് ഇടയ്ക്ക് വെച്ചുള്ള ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ചെകുത്താനുമായിട്ടൊക്കെ ഒരു ഷോർട്ട് ഫിലിം, അതിനകത്ത് വൈബ്രേറ്റ് ഒക്കെ വെച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്നതൊക്കെ ഇവള് തന്നെ ഷൂട്ട് ചെയ്തൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ലൈവിൽ ഇവരുടെ പ്രധാന ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ഇടുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഏറ്റവും വലിയൊരു ദുഃഖകരം ഞെട്ടിപ്പോകുന്ന മറ്റൊരു കേസ്, ഇവളൊരു ടീച്ചറാണ്, ഒരു ഫിസിക്സ് ടീച്ചറാണ് എന്നുള്ളത് മറ്റൊരു ദുരന്തമാണ്. ഇവളെ ആര് ടീച്ചർ എടുത്ത് ഏത് കോളേജിലാണെങ്കിലും ഏത് സ്കൂളിലോ കോളേജിലോ ആരാണ് ഇവിടെ ടീച്ചറായിട്ട് ഇപ്പോഴും അപ്പോയിൻമെന്റ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനത്തിനെ ഈ അറപ്പിനെ കൊണ്ട് നിർത്തി കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടുത്തെ രക്ഷകർത്താക്കളെങ്കിലും ഈ ഒരു സാധനം അവിടെ പഠിപ്പിക്കണമെങ്കിൽ എൻ്റെ കുട്ടികൾ അവിടെ വരില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവള് ഫിസിക്സ് ടീച്ചറാണ്, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവളുടെ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലൈവ് ഇടുക. ഈ ലൈവ് ഇടുമ്പോൾ ഇവള് വരുമ്പോൾ തന്നെയാണ് ഇവളുടെ സ്വഭാവം എന്താണെന്ന് അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ ഈ പറയുന്ന ലൈംഗിക ചുവയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് മറുപടി കൊടുക്കുക, അതുവഴി ഒരു ലൈംഗിക സുഖം നേടിയെടുക്കുക. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾക്കതൊരു ഇഷ്ടമാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഇവള് പിന്നെ എല്ലാം പച്ചയ്ക്ക് അങ്ങ് പറയും. കാരണം ഞാനൊരു ആക്ടിവിസ്റ്റ് ആണല്ലോ, ഞാനൊരു ഫെമിനിസ്റ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിൽ കാണിച്ചു തരാൻ വേണമെങ്കിൽ കാണിച്ചു വരെ കൊടുക്കുക. അത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ശരീരമാണ്, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇന്നെടുത്ത് ഇഷ്ടമുള്ളവർക്ക് കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ശരി, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് തുണിയില്ലാതെ നടക്കുകയോ തുണി ഇട്ടുകൊണ്ട് നടക്കുകയോ നിന്നുകൊണ്ട് പെടുക്കുകയോ എന്തോ വേണോ ചെയ്തത് നിങ്ങളുടെ ഇഷ്ടം എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരു ലൈവ്, മുമ്പ് വന്നൊരു ലൈവ് കുറച്ച് ഭാഗം കാണിക്കാം. പിള്ളേരെല്ലാം മാറിയില്ല, നല്ല നല്ല സംസ്കാരമുള്ള നല്ല കുലീനയുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ ഈ അറപ്പ്. വൈബ്രേറ്റർ ഒരയ്ക്കുന്ന വീഡിയോ ഇടാമോ? നീ ഇങ്ങ് വന്നാൽ മതി, നിനക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. എന്നും സ്വയംഭോഗം ചെയ്യാറുണ്ടോ? അത് മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. വേറെ ഒന്നിനും എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ ഇപ്പോഴും വരെ സ്വയംഭോഗം ചെയ്തുകൊണ്ടാണ് ലൈവ് ചെയ്തത്. നിങ്ങൾക്ക് അത് അറിയത്തില്ല, അതുകൊണ്ടാണ്. ജി സ്പോട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരാമോ?
ഇത് മറ്റേ ബാലരമയുടെ സാധനമൊന്നുമല്ല വഴിയൊക്കെ കണ്ടുപിടിക്കാൻ, അങ്ങനെ മോട്ടുമൊയലിന് വഴി കാണിക്കാമോ എന്നൊക്കെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞാൽ അറിയത്തില്ല. മോട്ടുമൊയലിന് വഴി കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പെൻസിലെടുത്ത് വരയ്ക്കുന്ന പോലെ ഒന്നുമല്ല. ഇത് പെൻസിൽ കളിയല്ല, ഇത് വേറെ കളിയാണ്. കളിക്കാൻ നല്ലപോലെ അറിയണം. കളി അറിയത്തില്ലാതെ ചുമ്മാ വന്നിരിക്കുകയാണ് ഓരോ. നിങ്ങൾ തുള എന്നൊക്കെ വിളിക്കും. ഇതിനൊരു 7.5 സെന്റിമീറ്റർ. യെസ്, ഇറ്റ്സ് എ വലിയ തുള. നിന്റെ കല്യാണം കഴിഞ്ഞതാണോ വീട്ടുകാരോട് പറ കെട്ടിയാൻ? വീട്ടുകാർ പറയുന്നതിന് മുമ്പ് ഞാൻ 10 പ്രാവശ്യം കെട്ടി. അതുകൊണ്ട് എനിക്ക് ഇനിയിപ്പോൾ വീട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ല. നല്ല എക്സ്പീരിയൻസ് ആയി കെട്ടി. ഓക്കെ, ഞാൻ ഇത് കുറച്ചും കൂടി ഉണ്ട്. ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ. എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ വെച്ച് തന്നിരുന്നു. കാരണം സംസ്കാരം ഇത് തന്നെയാണ്. ഇത് ഈ പറഞ്ഞ മനഃപൂർവ്വം എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള ഇതിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ വരുമെന്ന് അറിയാം. ഇതിന് മറുപടി കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ലൈംഗിക സുഖമുണ്ട്. ചിലവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. സംസാരം വഴി ലൈംഗിക സുഖം കണ്ടെത്തുന്ന പലരും ഉണ്ട്. അതിലൊരു വ്യക്തിയായിട്ടാണ് ഞാൻ ഈ ഒരു പറയുന്ന അറപ്പിനെ കാണുന്നത്. മനസ്സിലായോ? ഇതുപോലെ ലൈവ് ഇടുക, ആൾക്കാർ ചോദിക്കുന്ന ഇതുപോലുള്ള കമ്പി ചോദ്യങ്ങൾക്ക് പിന്നെ ഉത്തരം പറയുക, അതുവഴി ആസ്വദിക്കുക, അല്ലെങ്കിൽ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളത്. ഇതുപോലുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അവിടെ തന്നെ ഇവരെ നമ്മൾ നെഗറ്റീവായിട്ടേ കാണുള്ളൂ. ഇതുപോലുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന എന്താണ് ഫെമിനിസ്റ്റുകളുടെ നേതാവെന്നൊക്കെ പറയുന്നത്. അപ്പോൾ തന്നെ ഈ ഫെമിനിസ്റ്റുകളെ എല്ലാവരും ഒരു ബാഡായിട്ടുള്ള ഒരു തരത്തിലേക്ക് കൊണ്ടുപോകും. ഈ ഫെമിനിസ്റ്റുകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. എന്ത് തോന്നിയോസവും കാണിക്കും, എന്ത് തെറിയും വിളിച്ചു പറയാം, എന്ത് വൃത്തികേടുകളും കാണിക്കാനുള്ള ലൈസൻസ് ആണ് ഫെമിനിസം എന്നാണ് ഇവർ പഠിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? അന്ന് നമ്മളെ ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ ഭാഗ്യലക്ഷ്മിയുമായിട്ടുള്ള വിഷയത്തിൽ അന്ന് വന്ന് ഭാഗ്യലക്ഷ്മി എല്ലാവരും നമ്മൾ ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ അവന് കൊടുത്ത് ചീത്തവിളി ആയിക്കോട്ടെ, മഷീർ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ അത് നല്ലത് എന്ന് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുവെങ്കിലും അതിൻ്റെ ഇടയിൽ ഈ ഒരു അവതാരം നിന്നുകൊണ്ട് ബാക്കിൽ നിന്നുകൊണ്ട് മുട്ടം തള്ളക്കി വിളിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കാതടഞ്ഞു പോകുന്ന തള്ളക്കി വിളി. അപ്പൊ അവിടെ യഥാർത്ഥം പറഞ്ഞാൽ കുറെ ആൾക്കാർ ഈ പറയുന്ന എന്താ ഭാഗ്യലക്ഷ്മിക്ക് എതിരായി. കാരണം ഇതുപോലുള്ള സാധനങ്ങളെ കൊണ്ടുവന്നാൽ എതിരാവും എന്നുള്ളതാണ്. മനസ്സിലായി? നമ്മൾ ഒരു അക്രമത്തെ അല്ലെങ്കിൽ ഒരു അനീതിയെ നമ്മൾ നേരിടാൻ വേണ്ടി പോലെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് മറ്റൊരു അനീതി കൊണ്ടാവരുത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിന്റെയൊക്കെ സംസ്കാരങ്ങളും ഇതിന്റെയൊക്കെ വിവരവും ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നത് പട്ടി വില പോലും, പട്ടിക്ക് കൊടുക്കുന്ന വിലയുണ്ടല്ലോ അതുപോലും ഇതിനെയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും തീട്ടങ്ങളാണ്. നമ്മൾ വിസർജിച്ച് കളയുന്ന സാധനമില്ല. അതുപോലെ കണ്ട് എനിക്ക് അത്രയ്ക്കുള്ള ബഹുമാനം ഇതിനോടൊക്കെ എനിക്ക് കൊടുക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവള് പറയുന്നതിനോട് ഒരു പിന്നീട് മുഖവിലയ്ക്ക് എടുക്കേണ്ട ഒരാവശ്യം. ഇത് അവിടെ കിടന്നുകൊണ്ട് ചന്തയിൽ കിടന്ന് ലേലം വിളിക്കുമ്പോൾ അലക്കിനല്ലാതെ ഒരു തേങ്ങയും ഇല്ല എന്നുള്ളത്. നിങ്ങൾ ഒപ്പം മസ്റ്റേ കമന്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.